ഒരു കാറ്റോ മനുഷ്യസ്പർശമോ ഇല്ലാതെ വലിയൊരു ക്ഷേത്രത്തിന്റെ കൂറ്റൻ മരവാതിലുകൾ തനിയെ തുറക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ AD 1-ാം നൂറ്റാണ്ടിൽ പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ നടന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. അവിടുത്തെ ബലിപീഠത്തിനെ പൂജാരി വന്ന് തീ കത്തിക്കുമ്പോൾ ഉള്ളിലെ വാതിലുകൾ തനിയെ തുറക്കുന്നു. തീ അണയുമ്പോൾ അടയും. ദൈവത്തിന്റെ മാന്ത്രിക ശക്തിയാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ വിസ്മയത്തിന് പിന്നിൽ ചരിത്രത്തിൽ അധികമാരും അറിയാത്ത ഹീറോ ഓഫ് അലക്സാൻഡ്രിയ എന്നൊരു ജീനിയസ് എഞ്ചിനീയർ ആയിരുന്നു. ഹീറോ രൂപകൽപ്പന ചെയ്ത ഒറിജിനൽ മെക്കാനിസം ഇങ്ങനെയായിരുന്നു. പുറത്തെ ആ കൽത്തറയുടെ ഉള്ളിൽ വായു നിറഞ്ഞ ഒരു പൊള്ളയായ പെട്ടിയായിരുന്നു. മുകളിൽ തീ കത്തുമ്പോൾ അതിനുള്ളിലെ വായു ചൂടാകും. ഇവിടെയാണ് ഹീറോ തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചത്. ചൂടാക്കുമ്പോൾ വായു തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കും, അതായത് വായു വികസിക്കും. ഈ ചൂടുവായു നേരെ വന്ന് ഭൂമിക്കടിയിലെ വലിയൊരു കുടത്തിലിരിക്കുന്ന വെള്ളത്തിന്മേൽ കനത്ത പ്രഷർ ചെലുത്തും. ഈ വായുവിന്റെ സമ്മർദ്ദം കാരണം ആ കുടത്തിലെ വെള്ളം മുഴുവൻ അടുത്തുള്ള ഒരു വലിയ ബക്കറ്റിലേക്ക് ഒഴുകി വീഴും. വെള്ളം നിറയുമ്പോൾ ഗ്രാവിറ്റി കാരണം ആ ബക്കറ്റ് താഴേക്ക് പോകും. ഈ ബക്കറ്റ് കെട്ടിയിട്ടിരിക്കുന്നത് വാതിലിന്റെ തൂണുകൾ ചുറ്റിവരിച്ചിരുന്ന കയറുകളിൽ ഒന്നിലാണ്. ബക്കറ്റ് താഴേക്ക് പോയതോടെ കയർ വലിഞ്ഞ് ആ വാതിലുകൾ ഓട്ടോമാറ്റിക്കായി തുറന്നു. തീ അണയുമ്പോൾ വായു തണുക്കുകയും ഉണ്ടാകുന്ന വാക്വം കാരണം വെള്ളം തിരിച്ചുപോയി വാതിൽ തനിയെ അടയ്ക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്തെ കറണ്ടോ സെൻസറോ ഒന്നുമില്ലാതെ 2000 വർഷം മുൻപ് ഫിസിക്സ് മാത്രം ഉപയോഗിച്ച് ഹീറോ ഇത് ചെയ്തത്. അതുകൊണ്ടാണ് ചരിത്രകാരൻ ഇദ്ദേഹത്തെ ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് എഞ്ചിനീയറും മാത്തമെറ്റീഷ്യനുമായി കണക്കാക്കുന്നത്. കേവലം ഭക്തിയുടെ പേരിൽ ജനങ്ങളെ അത്ഭുതപ്പെടുത്താൻ അന്ന് അദ്ദേഹം വികസിപ്പിച്ച ഈ ശാസ്ത്രബുദ്ധിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? കമന്റ് ചെയ്യൂ. സ്റ്റേ ക്യൂരിയസ്.